സ്വിറ്റ്സർലാൻഡിനെതിരായുള്ള നിർണായക മത്സരത്തിൽ മികച്ച വിജയം സ്വന്തമാക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു. മത്സരം മികച്ച രീതിയിൽ തുടങ്ങിയ അർജന്റീന അധികം വൈകും മുമ്പ് 10-ാം മിനിറ്റിൽ തന്നെ മെസ്സിയുടെ കോർണറിന് തലവെച്ച് മാക്കലിസ്റ്റർ അർജന്റീനയെ മുന്നിലെത്തിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഡിഫൻസിലോട്ട് മാറിയ അർജന്റീന വലിയ വില നൽകേണ്ടി വന്നു. പിന്നീട് മത്സരം മുഴുവൻ നിയന്ത്രിച്ചത് സ്വിറ്റ്സർലാൻഡ് തന്നെയായിരുന്നു. എന്നാൽ മത്സരത്തിൽ അവർ 10 പേരായി ചുരുങ്ങിയതിനു ശേഷം അർജന്റീനയുടെ കളി മാറുകയും അർജന്റീന വമ്പൻ തിരിച്ചുവരവ് നടത്തുകയുമാണ് ചെയ്തത്. കൃത്യമായി പറഞ്ഞാൽ മത്സരത്തിന്റെ ഡ്രിങ്ക്സ് ബ്രേക്ക് സമയം, രണ്ടാം പകുതിയുടെ ഡ്രിങ്ക്സ് ബ്രേക്കിൽ അർജന്റീൻ സൂപ്പർ താരമായ ലിയാൻഡ്രോ പെരഡസ് മത്സരത്തിനിടെ സ്വന്തം കോച്ചിനെ നിർത്തി ടാക്ടിക്കൽ നിർദ്ദേശം കൊടുക്കുന്നു. ഫുട്ബോൾ ലോകത്ത് ഈ വീഡിയോ വളരെ വൈറലായിരുന്നു. ആ ഡ്രിങ്ക്സ് ബ്രേക്ക് സമയത്ത് ലിയാൻഡ്രോ പെരഡസ് നിർത്താതെ സ്കലോണിയോട് എന്താണ് പറഞ്ഞതെന്ന് പിന്നീട് ഫുട്ബോൾ ലോകം തിരിച്ചറിയുന്നു. ഒരു വലിയ ടാക്ടിക്കൽ പ്ലാനിൻ്റെ തുടക്കമായിരുന്നു അവിടെ. ഡ്രിങ്ക്സ് ബ്രേക്ക് സമയത്ത് ലിയാൻഡ്രോ പെരഡസ് പരിശീലകനായ സ്കലോണിയുടെ അടുത്ത് വന്ന് പറയുന്നു, കോച്ച്, അവരുടെ നമ്പർ 9 എൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് മിഡ്ഫീൽഡ് കളി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇത് കേട്ട സ്കലോണി ഉടൻ തന്നെ പെരഡസിനോട് ചോദിക്കുന്നു, അവൻ നിന്നെ നേരിട്ട് മാർക്ക് ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്താണ് പ്രശ്നം? അപ്പോൾ പെരഡസ് കൂടുതൽ വ്യക്തമായി പരിശീലകന് പറഞ്ഞു നൽകുകയാണ്, ഞാൻ റൈറ്റിലോട്ട് മാറുമ്പോൾ ആ നമ്പർ 9 എന്നെ ഫോളോ ചെയ്യുന്നില്ല, അവൻ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു, അതുകൊണ്ട് ഞാൻ മധ്യഭാഗത്ത് ഫ്രീ ആവുന്നില്ല, അതിനാൽ നമ്മുടെ ബിൽഡപ്പ് പ്ലേയും കൺട്രോളും നഷ്ടമാവുകയാണ്. ഇതിന് കൃത്യമായ ഒരു പരിഹാരം വേണമെന്ന് സ്കലോണിയോട് പറയുന്നു. ഒരു സെന്റർ ബാക്ക് കൊണ്ട് പ്രശ്ന പരിഹാരമാകുമോ എന്ന് സ്കലോണി ചോദിക്കുന്നു. പെരഡസ് മറുപടി പറയുന്നു, ഒരു സെന്റർ ബാക്കിനെ അവൻ മാർക്ക് ചെയ്യട്ടെ, അപ്പോൾ ഞാൻ ഫ്രീ ആയി കളി നിയന്ത്രിക്കാം. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം സ്കലോണി ക്രിസ്റ്റ്യോ റൊമേറോയെ പിൻവലിച്ചുകൊണ്ട് ഒട്ടാമെൻഡിയെ കളത്തിലിറക്കുന്നു. ഒട്ടാമെൻഡി അത് കൃത്യമായി ചെയ്യുകയും ലിയാൻഡ്രോ പെരഡസ് ഫ്രീ ആയി കളി നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇതാണ് മറ്റു ടീമുകളിൽ നിന്നും അർജന്റീനയെ വ്യത്യസ്തമാക്കുന്നത്. ഓരോ താരത്തിൻ്റെയും പൊസിഷനിങ്ങിൽ കൃത്യമായി സ്കലോണിയോട് ഇടപഴകുന്നു. ആരാണ് എവിടെ നിൽക്കേണ്ടത്, ആരാണ് സ്പേസ് സൃഷ്ടിക്കേണ്ടത്, ആരാണ് എതിരാളിയെ വലിച്ചു കൊണ്ടുപോകേണ്ടത്, ഓരോ ജോലിയും ഓരോ താരങ്ങളും കൃത്യമായി നിർവഹിക്കുന്നു എന്നതിന് കൃത്യമായ ഉദാഹരണമാണ് ഈ വീഡിയോ. മത്സരം അധിക സമയത്തേക്ക് നീളുകയും അധിക സമയത്ത് അർജന്റീന 2 ഗോളുകൾ നേടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇനിയുള്ളത് ഇംഗ്ലണ്ടാണ്. അർജന്റീനയ്ക്ക് വളരെ കടുപ്പമേറിയ പോരാട്ടം തന്നെയായിരിക്കും ഇത്.